ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് 2026 അവസാനത്തെ 3 മാസങ്ങൾ എങ്ങനെ? ഈ 3 മാസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മേടം രാശിയുടെ രാശിയധിപൻ ചൊവ്വയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ പ്രവചനം ജന്മരാശി, ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. ഗ്രഹനില നോക്കാം. 4-ാം ഭാവത്ത് ചൊവ്വ, വ്യാഴവും കൂടെയുണ്ട്. 5-ൽ കേതു, 6-ൽ സൂര്യൻ, 7-ൽ ശുക്രൻ, ബുധൻ, 11-ൽ രാഹു, 12-ൽ ശനിയുമാണ്. 7-ര ശനിയുടെ 1-ാം ഘട്ടം നടക്കുന്നു. ഈ സമയത്തെ ശനി വക്രഗതിയിൽ നിന്നും മാർഗിയിലേക്കും പോകുന്നു. വ്യാഴത്തിൻ്റെ സ്ഥാനപരിവർത്തനം. വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് വീണ്ടും വക്രഗതിയിലായി കർക്കിടകത്തിൽ പോകുന്നു. ഒക്ടോബർ 31-ന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കും. 1-ാമത്തെ പ്രവചനം. ഒക്ടോബർ 31-ന് വ്യാഴം സ്ഥാനപരിവർത്തനം ചെയ്യുന്നു, 4-ൽ നിന്നും 5-ലേട്ട്. അതുപോലെ തന്നെ ചൊവ്വയും 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് നവംബർ 12-ന് രാശി പരിവർത്തനം ചെയ്യുകയാണ്. ചൊവ്വ ഏകദേശം 45 മുതൽ 50 ദിവസം വരെയാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുക. അപ്പോൾ ഈ സമയം കുട്ടികൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം. നിങ്ങൾക്ക് പുതിയ അഡ്മിഷൻ എടുക്കാനോ എക്സാമോ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കിട്ടാൻ പോകുക. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്ന ഒരു സമയം. നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള പഠനത്തിനാണോ അഡ്മിഷൻ വേണ്ടത്, അത് നിങ്ങൾക്ക് ഇത്ര നാളും മുടങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ അതിനുള്ള സാധ്യതയാണ് ഈ സമയം കാണുന്നത്. 5-ാം ഭാവത്തു നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9, 11, 12-ൽ വരുന്നു. നിങ്ങൾ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ എങ്കിൽ ഇതാ ഈ സമയം സന്താന യോഗത്തിനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. 2-ാമത്തെ കാര്യം, നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടന്ന കുറച്ച് കാര്യങ്ങൾ ഇതാ ഈ സമയം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ശുഭകാര്യം, മംഗളകാര്യം എല്ലാം നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ മുതിർന്ന സിസ്റ്റേഴ്സിൽ നിന്നും ബ്രദേഴ്സിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്ന സമയം. ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് ഇതാ ഈ സമയം നിങ്ങൾക്ക് അത് ഉണ്ടാകുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടിയാണ്. ബ്രേക്കപ്പ് ആയിരുന്നവർക്ക് വീണ്ടും അത് നിലനിർത്തുന്നതിന്